കാസർഗോഡ് നീലേശ്വരത്ത് നാട്ടുകാരെ ആക്രമിച്ചിരുന്ന കൃഷ്ണപരുന്തിനെ പിടികൂടി. നാട്ടുകാരാണ് പരുന്തിനെ പിടികൂടിയത്. പരുന്തിനെ വനം വകുപ്പിന് കൈമാറും. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സരീഷ് പി കെ ചേരുന്നു. സരീഷ്, പലവിധ വന്യമൃഗങ്ങളുടെയും തെരുവ് നായ്ക്കളുടെയും ഒക്കെ ആക്രമണം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കൃഷ്ണപരുന്ത് ആക്രമിക്കുന്നത് വളരെ കൗതുകമുള്ള കാര്യം കൂടിയാണ്. എപ്പോഴാണ് ഈ പരുന്തിനെ പിടികൂടിയത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് നീലേശ്വരത്താണ്. ആ നീലേശ്വരം മേഖലയിൽ പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പരുന്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ഒരു തവണ ഈ വനംവകുപ്പ് ഇതിനെ പിടിച്ച് വിട്ടതാണ്, അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഇതിനെ നേരത്തെ കൊണ്ടുപോയി വിട്ടതാണ്. പക്ഷേ പിന്നീട് വീണ്ടും അത് ഇതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി കുട്ടികളെയും ഒപ്പം തന്നെ സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവയെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ആക്രമണം. കാരണം ഈ മേഖലയിൽ ഒരാൾക്ക് പോലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാനാവാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്ന ആ മേഖലയിലാണ് ഇന്ന് രാവിലെ കൃത്യമായി ഈ പരുന്തിനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വാർഡ് കൗൺസിലർ നമ്മളൊപ്പം ചേരുകയാണ്. വലിയൊരു തലവേദനയായിരുന്നു, അതാണ് ഇപ്പോൾ മാറിയത്. രാവിലെ ഞങ്ങൾക്ക് ഫോൺ എടുക്കാം. ഞങ്ങൾ 2 കൗൺസിലർമാരുടെ ഫോണുകളിൽ വരുന്ന കോളുകൾ മുഴുവനും ഞങ്ങൾ ഇന്ന് ഒരു ആക്രമണത്തിന് ഇരയായി എന്നുള്ള വാർത്തകൾ തന്നെയാണ്. ഇന്നൊരു ആശ്വാസമുണ്ട് ഞങ്ങൾക്ക്, കാരണം ഇത് പിടിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് കിട്ടിയത്. കഴിഞ്ഞ 26-ാം തീയതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രാത്രി ശ്രമിച്ചുകൊണ്ട് ഇതിനെ കൊണ്ടുപോയി. പക്ഷേ കൃത്യമായി 6 ദിവസങ്ങളിൽ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. ഞങ്ങൾ 2 കൗൺസിലർമാർ, 2ൻ്റെ അതിർത്തിയാണിത്. ഇവിടെയാണ് ഇതിൻ്റെ അകത്ത് ഈ സംഹാരതാണ്ഡവം. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കൊത്തുകൊണ്ടവരുടെ ഒരു ഘോഷയാത്ര തന്നെ ഇവിടെ നടത്തേണ്ടി വരും. അത്ര ആൾക്കാർ കൊത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾ. കഴിഞ്ഞ ദിവസം രാജാസ് സെക്രട്ടറി എന്നൊരു കുട്ടിയുടെ തലയിലാണ് നിന്നത്. അങ്ങനെ ഒരുപാട് ഭീതി ഉണ്ടാക്കുന്ന ഒരു രംഗമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നഗരമേഖലയിൽ പുലിയാണെങ്കിൽ, മലയോര മേഖലയിൽ പുലിയാണെങ്കിൽ, നഗരമേഖലയിൽ നമുക്ക് പരുന്തിൻ്റെ ശല്യമാണ്. എന്തായാലും ഇന്ന് രാവിലെ ഈ പ്രദേശവാസിയായ പ്രസാദിന്റെ വീട്ടിൽ വെച്ചാണ് ഇതിനെ പിടികൂടിയത്. ഒരു നാടിന്റെ രക്ഷകനായി മാറിയിരിക്കുകയാണ്. എന്താണ് അങ്ങനെയല്ല, ഇതൊരു സാധാരണ ഒരു രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യരോട് ഇണങ്ങുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു പരുന്ത. അപ്പം നമ്മളുടെ കുറേ ദിവസങ്ങളായി നമ്മുടെ ഈ ഭാഗത്ത് തന്നെയുണ്ട്. വീടുമായിട്ട് ബന്ധപ്പെട്ടും അടുത്തുള്ള വീടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഉള്ള പരുന്താണ്. അപ്പം നമ്മൾ കൈകൊണ്ട് തൊട്ടാലൊന്നും ഇത് പറന്നു പോകുന്ന പരുന്തല്ല. ജനലയിലൊക്കെ വന്നിരിക്കും, അങ്ങനെ ഇരിക്കുന്നൊരു പരുന്ത. പക്ഷേ ആളുകളെ കൊത്തുന്നു, ആളുകളെ മുറിവേൽപ്പിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ വീടിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ അലമാരയിലിരിക്കുമ്പം ഒരു അടുത്ത് പോയി നിന്നപ്പോൾ ഇത് പറക്കുന്നില്ല. അപ്പോൾ ഒരു പഴം കൊടുത്തു. ആ പഴം എടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു കൈലിമുണ്ട് അതിൻ്റെ മേലെ ഇട്ട് അതിനെ പിടിച്ച് ബാസ്ക്കറ്റിലേക്ക് മാറ്റുക ചെയ്തത്. ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ ഈ കൊത്തേറ്റവരും നിരവധിയാണ്. ഇതിൽ ആർക്കൊക്കെയോ കൊത്തേറ്റത്? എത്ര തവണ കൊത്തേറ്റു? 2 പ്രാവശ്യം. ആണോ? എന്തായിരുന്നു സംഭവം? എങ്ങനെയാ കൊത്തേറ്റത്? ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന കൊത്തി. എപ്പോഴായിരുന്നു സംഭവം? അത് 2 ആഴ്ച കഴിഞ്ഞു. ഈ പരിസരത്ത് ഇത്തരത്തിൽ കുറേ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടല്ലേ? ഉണ്ട്. കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങളുടെ വീട് അപ്പുറത്താണ്. ഇവിടെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വിടുമ്പോൾ കുട ചൂടിയിട്ടാണ് വരുന്നത്. എൻ്റെ മകളുടെ കുട്ടിക്കും കൊത്താൻ വേണ്ടി വന്ന് ഓടി. കുറേ കുട്ടികൾ ട്യൂഷന് പോകുന്ന കുട്ടികളും സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നം തന്നെ. ഇയാളെ കൊത്തി താഴെ വീഴ്ത്തി. അപ്പോൾ കൊത്ത് കിട്ടിയില്ല, മകളുടെ കുട്ടിക്ക് കിട്ടാനായി. കൊത്തേറ്റ മറ്റൊരാൾ കൂടി ചേരുകയാണ്. അത് ഞാൻ ഈ കുഞ്ഞിനെ സ്കൂൾ വിട്ടിട്ട് വൈകുന്നേരം കൂട്ടാൻ വേണ്ടി നിന്നത്. അന്നേരം പരുന്ത് വന്നിട്ട് കൊത്തി. ഞാൻ വീണ്, എൻ്റെ തലയിലെ കൊത്തിയത്. മുറിവൊന്നും ആയില്ല. അപ്പം ഞാൻ താഴെ വീണ്. പിന്നെ ഇവിടെ കൊത്തിയിട്ട് ചെവി മുറിഞ്ഞിട്ട് ചെവിൻ്റെ വലിയ മുറിവായിരുന്നോ? അതില്ല, ചെറുങ്ങനെ. അതാ കൊത്തുന്ന സമയത്ത് ഞാൻ കയ്യിൽ തട്ടിട്ട് ഉള്ളിൽ കയറി. അത് ചെറുങ്ങനെ കൊത്തി. ആ സീറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ വന്നിട്ട് കൊത്തിയത്. ഇത്തരത്തിൽ സ്കൂട്ടറിൽ പോവുമായിരുന്നു ഒരു +2 വിദ്യാർത്ഥി. അതിൻ്റെ അമ്മ ഹെൽമെറ്റ് കൊണ്ട് അവരും ഒന്നും ചെയ്തില്ല. ബട്ട് മറ്റേ കുട്ടിയെ മകളെ നന്നായി കൊത്തി. പേടിച്ച് ഇവിടെയൊക്കെ നിറയെ കൊത്തി ബ്ലഡ് വന്ന് TT എടുക്കാൻ കൊണ്ടുപോയി. എല്ലാവരും TT എടുക്കാൻ പേടിച്ചിട്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ വൈറസൊക്കെ ഉള്ള ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കാമെന്നറിയില്ല. കുഞ്ഞുമക്കൾക്കൊന്നും ഇപ്പം നമ്മളൊക്കെ അടുത്താണ്. ഏത് സമയത്തും കസേരയിലൊക്കെ വന്നിരിക്കുകയാണ് ഫ്രീ ആയിട്ട് വന്നിട്ട്.
നമ്മളെ നോക്കും, നമ്മൾ മാറുമ്പോൾ പറന്നെടുത്ത് കൊത്തും. അങ്ങനത്തെ വല്ലാത്ത ഭയാശങ്കയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. എന്തായാലും ഈ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം പുലിയും ആനയും മാത്രമല്ല പരുന്തും വലിയ തലവേദന, വലിയ ഒരു ഭീകരജീവിയായി മാറിയിരിക്കുകയാണ്. ആ ഭീകരജീവിയാണ് ഇന്ന് പ്രസാദൻ എന്തായാലും പിടിച്ചിരിക്കുന്നത്. ഇതിനെ അല്പസമയത്തിനകം തന്നെ വനം വകുപ്പ് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കർണാടകയിലേക്കാണ് സ്വാഭാവികമായും കൊണ്ടുപോകാറ്. അങ്ങനെയെങ്കിൽ എന്തായാലും അല്പസമയത്തിനകം ഇവനെ കൊണ്ടുപോകും. പക്ഷേ അപ്പോഴും ജനങ്ങളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഇതിനെ കൊണ്ടുപോയതാണ്, പക്ഷേ അത് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും എന്ത് സംഭവിക്കും? എന്തായാലും താൽക്കാലിക ഒരു ആശ്വാസം എന്ന രീതിയിൽ അതിനെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശുഭകരമായി നാട്ടുകാർ കാണുന്നത്. ഏതായാലും അവിടെ തലവേദന സൃഷ്ടിച്ചിരുന്ന കൃഷ്ണപരുന്തിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എല്ലായ്പ്പോഴും ആലോചിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ജീവി കരുതിക്കൂട്ടി മനുഷ്യനെ ആക്രമിക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന് തലവേദന തന്നെയാവും. അത് നമുക്കൊരു രക്ഷയും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ പരുന്ത് എത്ര കാലമാണ് അവരുടെ ഒരു ഉറക്കം കെടുത്തിയത്, തലവേദനയായത് എന്നുള്ളത് ആ നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാവുകയാണ്. ഇനി ഈ പരുന്തിനെ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നേരത്തെ പിടികൂടിയതാണ്, പക്ഷേ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. വനം വകുപ്പ് എന്തായിരിക്കും ഈ പരുന്തിനെ ചെയ്യുക എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. സരീഷ് പി കെയാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.